നമ്മൾ ST8 വരെ എടുത്തു. നമുക്ക് സ്റ്റൊമക് ചാനലിലെ പോയിന്റുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ST9, അതായത് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ, നിങ്ങളെപ്പോഴും ഈ നമ്മൾ സാധാരണ പോയിന്റ് നോക്കാൻ പിക്ചറിനാണ് പ്രാധാന്യം കൊടുക്കുക, ആ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. പക്ഷെ ഇനി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൊക്കേഷൻ എഴുതിയതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിലത്തെ വാക്കുകളൊക്കെ വന്നിട്ട് നെറ്റിൽ തന്നെ അടച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് മസിലാണ് അല്ലെങ്കിൽ ഏത് ടെൻഡൻ ആണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അറിയും. അപ്പം നമ്മൾ അങ്ങനെ പതുക്കെ പതുക്കെ ഒരു ലൊക്കേഷൻ കൃത്യതയിലേക്ക് പോകേണ്ടി വരും. പല പോയിന്റ്സുകളും വന്നിട്ട് പലപ്പോഴും വന്നിട്ട് ചിത്രങ്ങളിലൊക്കെ വളരെ എന്താ പറയുക, തെറ്റായിട്ടും ലൊക്കേഷൻ മാറ്റിയിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ആർഗ്യുമെന്റിനൊന്നും ആരോടും പോകണ്ട. നമ്മൾ എന്താ ചെയ്യുക, കഴിയുന്നത്ര ലൊക്കേഷൻ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ കൃത്യതയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഈ ST9 എന്നുള്ളത് കഴുത്തിലാണ് വരുന്നത്. ആഡംസ് ആപ്പിളിന്റെ നേരെയായിട്ടാണ് വരിക. ഓക്കെ, അതിന്റെ സൈഡിൽ തന്നെ സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിന്റെ എഡ്ജിൽ തന്നെ, അത് കഴിഞ്ഞ ഉടനെ ചെറിയൊരു എന്താ പറയുക, ഒരു നമ്മുടെ വിരല് വെക്കാവുന്ന ഒരു ചെറിയൊരു പാത്ത് കൂടെ, ഒരു കുഴി പോലെ കാണുന്നുണ്ടാവും. ആ ലൊക്കേഷനിലാണ് വരുന്നത്. ഈ സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അവിടെ വന്നിട്ട് ഒരു കാട്രോയിഡ് ആർട്ടറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ആർട്ടറി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതിന്റെ ലൊക്കേഷൻ വന്നിട്ട് SCM മസിൽസിന്റെ അല്ലെങ്കിൽ സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു ഫിംഗറിന് ശരിക്കും പറഞ്ഞാൽ അകത്തേക്ക് പോകാനുള്ള രീതിയിൽ തന്നെ ഒരു ചെറിയൊരു മറ്റേ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചാല് കാണാം. ആ ചാലിന്റെ മധ്യഭാഗത്തായിട്ട് തന്നെയാണ് ഈ പോയിന്റ് വരിക. ഇത് സ്റ്റൊമക്കിന്റെ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമ്മുടെ ഗാൽ ബ്ലാഡർ മെറിഡിയനും ഇതിനെ കടന്നു പോകുന്നുണ്ട്. സീ ഓഫ് ചീ പോയിന്റ് എന്ന് പറയും, വിൻഡോ ഓഫ് സ്കൈ പോയിന്റ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പക്ഷെ ഡെപ്ത് നീഡ്ലിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അവിടെ വന്നിട്ട് ഒരു ആർട്ടറി പാസ് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട ആർട്ടറിയാണ്. അത് ഡാമേജ് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോക്സ കൊടുക്കുന്നതും നേരിട്ട് ഉള്ള പഞ്ചറിങ്ങും വന്നിട്ട് ചെയ്യാണ്ട് കുറച്ച് ചരിഞ്ഞൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാം. ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഓൺ ദ ഒരു പൊടിക്ക് നമ്മുടെ സുജോക് നീഡിലൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കയറി നിൽക്കുന്നത്ര രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മതിയാവും. പ്രധാനമായിട്ട് മറ്റേ ത്രോട്ടുമായിട്ട് ഉണ്ടാവുന്ന എല്ലാ ഇഷ്യൂസിനും നമുക്ക് ഉപയോഗിക്കാം. ത്രോട്ടിന്റെ ഏരിയയിൽ വരുന്ന എല്ലാ ഇഷ്യൂസും, അതെന്ത് തന്നെ ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ പ്രോബ്ലത്തിനും ഉപയോഗിക്കാം. ത്രോട്ടിനെ മാസ്റ്റർ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമ്മൾ തൽക്കാലം വിളിക്കാം. അതേമാതിരി സ്കോർഫുള എന്നുള്ളത് നമുക്കറിയാം, ഈ TB വന്നിട്ട് ശരീരത്തിന്റെ പല ഭാഗത്ത് ബാധിക്കാറുണ്ട്. അങ്ങനെ ലങ്സിന്റെ വെളിയിൽ ത്രോട്ടിന്റെ സൈഡിൽ എഫക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴുത്തിൽ വന്നിട്ട് തൈറോയിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് കൊണ്ടുണ്ടാവുന്നതാണ് ഗോയിറ്റർ. ചിലപ്പോൾ ബട്ടർഫ്ലൈ ത്രോട്ട് എന്നൊക്കെ പറയും. കാരണം അത് രണ്ടെണ്ണം പൊന്തുന്ന സമയത്ത് ഒരു വലിയ ബട്ടർഫ്ലൈ വെക്കുന്നത് പോലെ ചിലപ്പോൾ തോന്നും. ചിലർക്ക് ഒന്നിച്ചിട്ട് തന്നെ സ്വെല്ലിംഗ് ഉണ്ടാവും. സോ ഇതിനെല്ലാം തന്നെ വളരെ നല്ല പോയിന്റ് ആണ്. ശരിക്കും ഈ ST9 എന്നുള്ള പോയിന്റ് രണ്ട് സൈഡിലും, അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് അവരോടെ രാവിലെയും ഒരു എന്താ പറയുക, ഒരു 2 പ്രാവശ്യം, ഉച്ചയ്ക്ക് 2 പ്രാവശ്യം, വൈകുന്നേരം 2 പ്രാവശ്യം ജസ്റ്റ് ഒരു 2 പ്രാവശ്യം ഇങ്ങനെ പമ്പ് ചെയ്യിപ്പിക്കുന്നത് നോർമലി വന്നിട്ട് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ്സിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ജസ്റ്റ് ഒരു 2 ടൈംസ് വെച്ച് പ്രസ് ചെയ്താൽ മതിയാവും. ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ മറ്റേ എങ്ങനെ പറയാം, ജസ്റ്റ് ഒരു പ്രസ് അങ്ങനെ ജസ്റ്റ് ഒന്ന് 2 അറ്റ് എ ടൈം വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെയേറെ മാറ്റം ഹെൽപ്പ് ചെയ്യും. അതേമാതിരി തന്നെ ഈ തൈറോയിഡിന് വന്നിട്ട് പണ്ടത്തെ നാട്ടുവൈദ്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റേ എന്താ പറയുക, മുളയുണ്ടല്ലോ, മുളയുടെ കതിരില ഒരു പിടി എടുത്തിട്ട് അത് നന്നായിട്ട് രാവിലെ വെറും വയറ്റിൽ അരച്ച് അതിൻ്റെ നീരെടുത്ത് കുറച്ച് വെള്ളത്തിലോ പാലിലോ കഴിക്കുന്നത് ഒരു 21 to 41 days കഴിക്കുകയാണെങ്കിലും ഇതേമാതിരി തൈറോയിഡിൻ്റെ ഇഷ്യൂസ് നല്ല ശമനം ഉണ്ടാവുമെന്നാണ് പറയാറ്. ഓക്കെ, ആസ്മയ്ക്ക് വളരെ നല്ലതാണ്. എന്താ സാർ, മുളയുടെ കതിരിച്ചാൽ ഇവിടെ കിട്ടുന്നതാണോ? നമ്മുടെ സാധാരണ മുളയുണ്ടല്ലോ, വേലി കെട്ടാനൊക്കെ പണ്ട് ഉപയോഗിക്കില്ലേ, അതിന്റെ ഇല, അതിന്റെ തളിരില. ഓക്കെ, തളിരിലയാണല്ലേ? തളിരിലയാണ് എടുക്കേണ്ടത്. ഓക്കെ.
നമ്മളിപ്പോ ഈ ആടുകളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാല് അവർക്ക് തിന്നാൻ കൊടുക്കുക സമയത്ത് അതെ സാർ. ഇതായിരിക്കും. ഓക്കെ മേ ബി. അതായത് മറ്റേ മുള മനസ്സിലായില്ലേ സാർക്ക്? മുളയുടെ മനസ്സിലായി. തളിര് അല്ലയാണ് ഉപയോഗിക്കുക. അത് ഒരു പിടിയെങ്കിലും എടുക്കണം. ഒരു 21 to 41 days എങ്കിലും. ഒരു മണ്ഡലമാണ് കണക്ക്. ഓക്കെ. മണ്ഡലത്തിന് കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിന് മാറ്റം വരുന്നതാണ് പറയാറ്. അതേമാതിരി ചുമയ്ക്കുന്ന സമയത്ത് മ്യൂക്കസ് ഇല്ലാതെ തന്നെ നമുക്ക് ചുമയ്ക്കുന്ന സമയത്ത് വായിലൂടെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ, വിത്ത് മ്യൂക്കസ് ഓർ വിത്തൗട്ട് മ്യൂക്കസ് ഏതിനാണെങ്കിലും ഈ പോയിന്റ് നല്ലതാണ്. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷന് നല്ല പോയിന്റാണ്. അതേമാതിരി തന്നെ അപ്പോപ്ലെക്സി, അതായത് നോർമലി സ്ട്രോക്ക് ഒക്കെ സംഭവിക്കില്ലേ, ആ സമയത്ത് എന്താ വെച്ചാൽ ബ്രെയിനിലേക്ക് ഒന്നില്ലെങ്കിൽ ബ്ലഡ് പ്രോപ്പറായിട്ട് എത്തുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എത്തുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഓക്സിജൻ എത്തുന്നുണ്ടാവില്ല. ഇങ്ങനെ ബ്രെയിനിലേക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ്, അപ്പം മെയിനായിട്ട് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ പോയിന്റ് നല്ലതാണ്. കാരണം ആ പ്രധാനപ്പെട്ട ആർട്ടറി വന്നിട്ട് എന്താ പറയുക ബ്ലഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു അൺകോൺഷ്യസ് ആയി എന്ന് വിചാരിക്കുക. സ്ട്രോക്ക് വരുന്നതിനേക്കാളും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു അൺകോൺഷ്യസ് ആയി, പെട്ടെന്ന് ചിലവർക്ക് വന്നിട്ട് പെട്ടെന്ന് ബെഡിൽ നിന്നൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു ഇഷ്യൂസ് വരാറുണ്ട്. പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ബ്രെയിനിലേക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യാന്നാണ് പൊതുവെ നമ്മൾ പറയുക. ഓക്സിജൻ സപ്ലൈ ഉണ്ടാവാത്തത് കൊണ്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് അവർക്ക് മറ്റേ എന്താ പറയുക ഒരു അൺകോൺഷ്യസ് സ്റ്റാറ്റസിലേക്ക് വരും. ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീണു എന്ന് വരും. സോ അങ്ങനെ സിംറ്റം ഉള്ള ആളുകൾക്ക് ഈ പോയിന്റ് അവർക്ക് തന്നെ ഈ തൈറോയിഡിന് ചെയ്യുന്ന പോലെ തന്നെ പ്രഷർ ചെയ്താൽ അവർക്ക് തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസ് ഒരു പരിധി വരെ മാറിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതേമാതിരി തന്നെ പക്ഷാഘാതത്തിന് ഒരു സൈഡിൽ അതായത് പ്രത്യേകിച്ച് എക്സ്ട്രിമിറ്റീസൊക്കെ തളർന്നു പോവുകയാണെങ്കിൽ പക്ഷാഘാതം കൊണ്ട് അതിനും ഈ പോയിന്റ്സ് നല്ലതാണ്. എന്താ വെച്ചാൽ ഇത് ചെയ്യുന്നത് ST9 എന്ന് പറയുന്നത് ബ്രെയിനിലേക്ക് പോകുന്ന ആർട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് തന്നെ ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്താൻ ഹെൽപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ലോജിക്ക്. നമ്മളതിൻ്റെ ലൊക്കേഷനും അത് ഏത് ഏരിയ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോന്നിനും ഇൻഡെപ്തായിട്ട് പോകേണ്ട, അല്ലെങ്കിൽ ഓരോ ഇൻഡിക്കേഷൻസും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ST9 എന്നുള്ളത് ത്രോട്ടിൻ്റെ ഏരിയ ആണ്, മെയിൻ ആയിട്ടുള്ള ലൊക്കേഷനാണ്. അതുകൊണ്ട് ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്കാർഫുള എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നെക്ക് സൈഡിൽ വരുന്ന ഇഷ്യൂസാണ്. ഗോയിറ്റർ ത്രോട്ടിൽ വരുന്ന ഇഷ്യൂസാണ്. സോർ ത്രോട്ട് അവിടെ വരുന്നതാണ്. ആസ്മ പറഞ്ഞാൽ ബ്രീത്തിങ് റിലേറ്റഡ് ആണ്, ഓക്സിജൻ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങാത്തതാണ്. ചുമയ്ക്കുന്ന സമയത്ത് ഒട്ടുമിക്കഴും കഫം വരുന്നത് വന്നിട്ട് ത്രോട്ടിൽ ഉണ്ടാവുന്ന ഡാമേജസ് ആണ് ഈ ഫോഴ്സ് കാരണം. ഓക്കെ. സോ ബാക്കി മറ്റേ പക്ഷാഘാതത്തിനാണെങ്കിലും ശരി, ബാക്കിയുള്ളതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള സപ്ലൈനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു, സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതേമാതിരി തന്നെ ജോയിൻസ് പെയിനിനും ഈ പോയിന്റ് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇത് റെഗുലേറ്റ് നല്ലതെന്ന് ചോദിച്ചാൽ, ഇറ്റ് റെഗുലേറ്റ്സ് ചീ ആൻഡ് ബ്ലഡ്, അതായത് ശരീരത്തിലേക്കുള്ള ചീനെയും ബ്ലഡിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ബ്രെയിനിലേക്ക് മാത്രമായിട്ടല്ല, മൊത്തം ശരീരത്തിലേക്ക് തന്നെ ചീയും ബ്ലഡിനെയും സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് സി ഓഫ് ചീ പോയിന്റ് എന്നും അതേമാതിരി തന്നെ ജോയിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഈ പോയിന്റ് വളരെയേറെ നല്ലതാണ്. റിബല്ലസ് ചീനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതേമാതിരി ത്രോട്ടും നെക്കിനെയും ഈ പോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നു. അവിടെ ഈ പറഞ്ഞ മാതിരി നീഡിൽ ചെയ്യുന്ന സമയത്ത് പെർപെൻഡിക്കുലറായിട്ട് ചെയ്യുമ്പോൾ നേരിട്ട് ചെയ്യുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കണം. 0.3 ചൂൺ, അതായത് 0.03 ആണ്, അല്ലെങ്കിൽ 0.3 ചൂണ് ഇറങ്ങാവൂ. അതിൽ കൂടുതൽ 0.5 ചൂണ് പോലും ഇറക്കാതെ ശ്രമിക്കുക. അതേമാതിരി തന്നെ മോക്സ കാണിക്കേണ്ട. ചരിച്ച് നീഡിൽ ചെയ്യുമ്പോഴും ഡീപ്പ് നീഡ്ലിംഗ് അല്ല, 15 ഡിഗ്രി ചരിച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അതിലേക്ക് ടച്ച് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. അതേമാതിരി തന്നെ തൈറോയിഡ് ഉണ്ടെങ്കിലും സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നീഡിലിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ്. അവർക്ക് തന്നെ സെൽഫായിട്ട് ജസ്റ്റ് ഒന്ന് പമ്പിങ് നേരത്തെ കാണിച്ചതുപോലെ കാണിച്ചു കൊടുക്കുക. ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിനാണ് 2-4 പോസ്റ്റർ ഇട്ടത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സ്റ്റെർണോക്ലൈഡോമാസ്റ്റോയിഡിൻ്റെയും ഈ നമ്മുടെ ആഡംസ് ആപ്പിളിൻ്റെയും ഇടയിലാണ് ഈ പോയിന്റ് വരുന്നത്. അല്ലാണ്ട് സ്റ്റെർണോക്ലൈഡോമാസ്റ്റോയിഡിൻ്റെ തൊട്ടടുത്തല്ല. പക്ഷെ അവിടെ ചെറിയ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലാണെന്ന് മാത്രം. നിങ്ങളുടെ കഴുത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അറിയാം, ആഡംസ് ആപ്പിളിനും ഈ സ്റ്റെർണോക്ലൈഡോമാസ്റ്റോയിഡ് മസിൽസിൻ്റെയും ഇടയിലുള്ള ഈ ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ. ഈ ഭാഗത്താണ്. ഓക്കെ. സ്റ്റെർണോക്ലൈഡോമാസ്റ്റോയിഡ് മസിൽ, ആഡംസ് ആപ്പിൾ, ഇത് രണ്ടിനും ഇടയിലുള്ള ഈ ചെറിയ ഗ്യാപ്പിനകത്താണ് ആൾമോസ്റ്റ് ആഡംസ് ആപ്പിളിൻ്റെ പൊന്തി നിൽക്കുന്നതിൻ്റെ നേരെ അടുത്തായിട്ട് തന്നെ വരിക.
ഓക്കെ, LA18 പിന്നെ SI19 ഒക്കെ വരുന്ന ഒരേ പാത്ത് തന്നെയാണ്. ഒന്ന് സ്റ്റെർണോക്ലൈഡോയിഡ് മാസ്റ്റോയിഡ് മസിൽസിൻ്റെ ആൻറ്റീരിയർ സൈഡിലാണ്, ഇത് ഫ്രണ്ട് സൈഡിലാണ് വരുന്നത്. ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഒരു ഇഷ്യൂസായിട്ട് വരുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. കുറച്ച് പേരെ നിങ്ങൾ ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെ വരുന്ന സമയത്ത് 1-2 പേരെ തൊടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ സ്ഥലം ഫീൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കൈ വിരലൊന്ന് അവിടെ ഓടിച്ചു പോവുക മുകളിൽ നിന്ന് താഴോട്ട്. അടുത്തത് ഇപ്പം ഈ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ ഈ ചിത്രമാണ് എടുക്കണമെങ്കിൽ ഇതിനകത്ത് പെട്ടെന്നുള്ള വിസിബിലിറ്റി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ST9 വന്നിട്ട് സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിൻ്റെ എഡ്ജ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതല്ല പോയിന്റ്. ആക്ച്വലി ഈ പോയിന്റ് കുറച്ചുകൂടെ മുന്നിലേക്ക്, അതായത് ഇവിടെ ഒരു ചെറിയൊരു മറ്റേ എന്താ പറയുക, നമ്മളൊരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ഒരു കുഴി കാണുന്നില്ലേ, ഈ കുഴിക്കകത്തായിട്ടാണ് ഈ ST9 വരിക. അല്ലാണ്ട് സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ടച്ച് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ അല്ല. ആഡംസ് ആപ്പിളിൻ്റെയും SCMൻ്റെയും ഇടയിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലൊക്കേഷൻസ് വന്നിട്ട് നമ്മൾ വെറുതെ ചിത്രത്തിനെ മാത്രം ബേസ് ചെയ്തെടുക്കേണ്ട, എഴുതിയത് വായിച്ച് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചിത്രം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പല പോയിന്റുകളും തെറ്റായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ST10 എന്ന് പറയുന്നത് ഓൺ ദ നെക്ക് തന്നെയാണ്, അതായത് ഏകദേശം ഹാഫ് സ്റ്റൂൺ താഴെയായിട്ട് വരും ST9ൻ്റെ. ഓക്കെ, ഓൺ ദ ആൻറ്റീരിയർ ബോർഡർ ഓഫ് ഈ സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിൻ്റെ അറ്റ് ദ മിഡ് ബെൻഡ് ഓഫ് ദ ലൈൻ ജോയിനിങ് ST9 ആൻഡ് ST11. അപ്പോൾ ST9ഉം ST11ഉം അറിഞ്ഞാൽ മാത്രമേ ST10 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തിനൊക്കെ, ഇത് ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഇഷ്യൂസിനും ഉപയോഗിക്കാം. ചുമയ്ക്കും ആസ്മയ്ക്കും നല്ലതാണ്. ലങ്ചീനെ ഡിസെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ത്രോട്ടിനെയും നെക്കിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അവിടെയും ഇതേപോലെ തന്നെ നീഡിൽ ചെയ്യുന്ന സമയത്ത് ഈ ആർട്ടറി ഉണ്ട്, അതുകൊണ്ട് നീഡിൽ ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം. ലൊക്കേഷൻ നോക്കിക്കോളൂ. ST9ൻ്റെ നേരെ താഴെയായിട്ട് തന്നെ വരിക. ഓക്കെ, ഹാഫ് സ്റ്റൂൺ അപ്രോക്സിമേറ്റ്ലി ഈ രണ്ട് ചിത്രം നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെയും ഒരു ഹാഫ് സ്റ്റൂൺ താഴെയാണ് ST11 ഉള്ളത്. ST9, ST10, ST11 ഇത് മൂന്നും ത്രോട്ടിൽ കിടക്കുന്ന പോയിന്റുകളാണ്. ഈ 3 പോയിന്റും ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ യൂസിനും ഉപയോഗിക്കാം. അതേമാതിരി കുട്ടികളൊക്കെ വന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ കുട്ടികൾ സംസാരിക്കേണ്ട പ്രായമായിട്ട് അവർ സംസാരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വന്നിട്ട് ഈ ST10 ഒക്കെ വന്നിട്ട് ST9, ST10, ST11 അതേമാതിരി തന്നെ നമ്മളുടെ റൺ ചാനലിൽ ആ ഏരിയയിൽ വരുന്ന 2 പോയിന്റുകൾ മാത്രം യൂസ് ചെയ്തിട്ട്, ഓക്കെ, എനിക്ക് 3-4 റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് വന്നിട്ട് നീഡിലിടാൻ അവർ സമ്മതിക്കില്ല. പലപ്പോഴും കുട്ടികളെ വന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പ്രസ് നീഡിലൊക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില കുട്ടികൾക്ക് വന്നിട്ട് അക്ഷര സ്ഫുടത ഉണ്ടാവില്ല, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ചില അക്ഷരങ്ങൾ അവർക്ക് പ്രോപ്പറായിട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ ആ സമയത്തും തന്നെ എനിക്ക് ഈ പോയിന്റുകൾ ST9, ST10, ST11 പിന്നെ റൺ ചാനലിലുള്ള 2 പോയിന്റ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ പൊതുവെ 3 കോമ്പിനേഷനിൽ ഉപയോഗിക്കും. ഐദർ ST9 2 സൈഡിലും റൺ ചാനലിലെ നമ്മുടെ ആഡംസ് ആപ്പിളിൻ്റെ താഴെയുള്ള കുഴിയിലത്തെ പോയിന്റോ അതല്ലെങ്കിൽ മുകളിലുള്ള പോയിന്റോ ആണ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ST10ഉം ഈ കോമ്പിനേഷനിലാണ് ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു എന്താ പറയുക, തീരെ സംസാരിക്കാതിരുന്ന കുട്ടികൾ, പക്ഷെ അവർക്ക് കേൾക്കും എല്ലാം ചെയ്യും, പക്ഷെ സംസാരിക്കാൻ വായ തുറന്ന് സംസാരിക്കില്ല. എന്ത് പറഞ്ഞാലും അവർ അതിനു വേണ്ടി പരിശ്രമിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള 2-3 കുട്ടികൾക്ക് വന്നിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേമാതിരി അക്ഷരസ്ഫുടത ഇല്ലാത്ത കുട്ടികൾക്കും നമ്മൾ ഇതുപോലെ ചെയ്തു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമുക്ക് ഈ ഡ്യൂറേഷൻ അല്ലെങ്കിൽ പാറ്റേൺ മാത്രം, അതായത് ചെയ്യേണ്ടത് വന്നിട്ട് റെഗുലറായിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അടുപ്പിച്ചിട്ട് കുറേ ദിവസം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ചെയ്ത എല്ലാവർക്കും നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ത്രോട്ടിലുള്ള പോയിന്റ്സിന് ഈ ഒരു വളരെയേറെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ST9 അതിൻ്റെ നേരെ താഴെ ST10. ഇത് മാത്രം നമ്മൾ കഴുത്ത് അങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വരും അത്. കാരണം അവിടെ എത്തുമ്പോൾ താഴെ എത്തുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട്. ഓക്കെ, മറ്റേ ST11 എന്നുള്ളത് ക്ലാവിക്കൽ ബോണിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് വരിക. ഓക്കെ, തൊട്ട് മുകളിലായിട്ട് വരും. നമുക്ക് അടുത്ത ലൊക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
ST11 എന്നുള്ളത് ഓൺ ദ നെക്കിൽ തന്നെയാണ്, ഓൺ ദ സുപ്പീരിയർ ബോർഡർ ഓഫ് ദ സ്റ്റെർണൽ എക്സ്ട്രിമിറ്റി ഓഫ് ദ ക്ലാവിക്കൽ ബിറ്റ്വീൻ ദ സ്റ്റെർണൽ ഹെഡ് ആൻഡ് ക്ലാവിക്കുലർ ഹെഡ് ഓഫ് ദ സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസ്. അതായത് നമ്മുടെ ക്ലാവിക്കൽ ബോൺ, നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നമുക്ക് എന്താ പറയുക, ബ്യൂട്ടി ബോൺ എന്നൊക്കെ പറയും അല്ലേ ചിലവർ. ഇതിനെ എന്തൊക്കെയോ പേര് പറയും. നമ്മൾ ഈ എല്ല് പൊന്തി നിൽക്കുന്ന എല്ല്, ഇതിന്റെ ജസ്റ്റ് തൊട്ട് മുകളിലാണ് കഴുത്ത്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഔട്ടറും ആന്റീരിയർ ആയിട്ടൊക്കെ തോന്നും. സ്ട്രെയിറ്റ് ആക്കിയിട്ട് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് വരുന്നത്, സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിന്റെ തൊട്ട് ഇതായിട്ട്. ഓക്കെ, മറ്റേ YNSA പഠിച്ചവർക്കാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ കുറച്ച് പരിചയം കാണും, കാരണം ഈ ഭാഗമൊക്കെ ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്ന പോയിന്റുകളാണ്. ഓക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കാൻ ചോദിച്ചാൽ ചെസ്റ്റിലെ കൺജഷൻ റിമൂവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ കഫ് ആൻഡ് ആസ്മ വന്നിട്ട് ത്രോട്ടും ചെസ്റ്റ് ഏരിയയിൽ വരുന്ന എല്ലാ പോയിന്റും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അതേമാതിരി ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അതേമാതിരി തന്നെ കഴുത്തിൻ്റെയും മറ്റും സൈഡിൽ വരുന്ന വേദനകൾ, ഗോയിറ്ററിന്, സ്കർഫിലേക്കൊക്കെ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിജിഡിറ്റിയോ പെയിനോ എല്ലാത്തിനും നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെയാണ് ഈ സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിനെ നിങ്ങൾ റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നതും ഇതേപോലെ നിറയെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. റെഗുലറായിട്ട് ഈ സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മുകളിൽ നിന്ന് താഴേക്ക് പ്രഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പല ബുദ്ധിമുട്ടുകൾക്കും അതേമാതിരി കഴുത്തിൻ്റെ ഇഷ്യൂസിനും എല്ലാം ഹെൽപ്പ് ചെയ്യും. മറ്റേ നമുക്ക് അത്രമാത്രം പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. അതായത് ഇത് ചീനെ ഡിസെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേമാതിരി ബെനിഫിറ്റ്സ് ദ ത്രോട്ട് ആൻഡ് നെക്കിനും ത്രോട്ടിനെയും ഹെൽപ്പ് ചെയ്യുന്നു. കഫിന് മാറാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം. 0.3 to 0.5 ചൂണാണ് ഇടേണ്ടത്. അണ്ടർ ദ പോയിന്റ് ST11 to ST18 there are important organs and main artery. അതായത് നമുക്ക് ഈ ST9 തൊട്ടിട്ട് ST11 ഉള്ളിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞു ബ്രെയിനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ആർട്ടറി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ പോയിന്റിലും പറഞ്ഞില്ലെങ്കിലും ST11 തൊട്ടിട്ട് 18 വരെ പോകുന്ന സമയത്ത് നമ്മളുടെ ട്രങ്ക് ഏരിയയിൽ വരുന്ന പോയിന്റുകളാണ്. ഈ ട്രങ്ക് ഏരിയയിലൊക്കെ നീഡിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് നീഡിൽ ചെയ്യണം. അതേമാതിരി ഡീപ്പ് ഇൻസർട്ടേഷൻ ചെയ്യണ്ട. ഓക്കെ, ഓൺ ദ സ്കിൻ ലെവലിൽ ചെയ്താൽ മതി. അപ്പോൾ 0.3 ചൂൺ, ഇപ്പോൾ ഇതിനകത്ത് 0.8 0.5 എഴുതിയാൽ പോലും നിങ്ങൾ കൺസിഡർ ചെയ്യാൻ നിൽക്കരുത്. നമ്മളുടെ സേഫർ സൈഡിന് 0.3 ചൂൺ നിങ്ങൾ നീഡിൽ ചെയ്താൽ മതി. ഓക്കെ, അതെല്ലാം തന്നെ വളരെ നല്ലതാണ് പോയിന്റുകളാണ് ഇനി വരുന്നതൊക്കെ. അത് എളുപ്പം നമുക്ക് പോകാൻ പറ്റാവുന്നതാണ്. ഓരോ മറ്റേ വാരിയലിൻ്റെയും ഇടയിലാണ് പോയിന്റ്സ് ഉണ്ടാവുക. ഓക്കെ, അതെല്ലാം ഡീപ്പ് ഇൻസർട്ടേഷൻ ചെയ്ത് നമ്മൾ ഓർഗണിൽ പോയി ടച്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എന്താ ഞാനിത് കാണിച്ചില്ല ST11 ഇത്ര നേരം, സോറി. ഓക്കെ, ST11 എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ആൾറെഡി അറിയാം, ക്ലാവിക്കൽ ബോണിൻ്റെ അവിടെയാണ്. അടുത്തത് ST12 എന്നുള്ള പോയിന്റ് ആണ്. ഇൻ ദ മിഡ് പോയിന്റ് ഓഫ് സൂപ്പർ ക്ലാവിക്കുലർ ഫോസ 4 ചൂൺ ലാറ്ററൽ ടു ദ ആൻറ്റീരിയർ മിഡ് ലൈൻ. നമ്മുടെ മധ്യഭാഗത്ത് നിന്നും 4 ചൂൺ ലാറ്ററലാണ്. രണ്ട് വശത്തും പോണതുകൊണ്ട് ഏതെങ്കിലും ഒരു വശത്തേക്ക് നമുക്ക് സൗകര്യത്തിന് എടുക്കാം. ഓക്കെ, ഈ പോയിന്റ് വരുന്നത് ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഓക്കെ, ക്ലാവിക്കൽ ബോണിൻ്റെ അവിടെ തന്നെ. അതായത് നമ്മളുടെ ST11 നമ്മൾ നോട്ട് ചെയ്തതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മറ്റേ അപ്രോക്സിമേറ്റ്ലി 4 ചൂൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടും. ഓക്കെ, ഹാഫ് ചൂൺ അല്ല 4 ചൂൺ. അതായത് മൊത്തം 8 ചൂണാണ്. നമുക്ക് ചൂൺ മെഷർമെന്റിൽ നമുക്കറിയാം, നമ്മുടെ കക്ഷത്തിന്റെ ക്രീസിൽ നിന്ന് മധ്യഭാഗത്തേക്ക് 8 ചൂണാണ് നോർമലി നമ്മുടെ മെഷർമെന്റ് പറയാറ്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്ന സ്ഥലമാണ്. കഫിന് നല്ല പോയിന്റാണ്, ആസ്മയ്ക്ക് നല്ലതാണ്, സോർ ത്രോട്ടിന് നല്ലതാണ്. ഈവൺ വന്നിട്ട് നമ്മളുടെ ഈ ഷോൾഡർ പെയിനിനും ഈ പോയിന്റ് വളരെ നല്ല പോയിന്റാണ്. ഓക്കെ, ഈ ഏരിയയിൽ അതായത് ഇവർ പറയുന്നത് ആ ക്ലാവിക്കൽ ബോണിന്റെ സൈഡിലേക്ക് വരുന്ന മുകളിൽ വരുന്ന ഭാഗത്തുണ്ടാവുന്ന പെയിനിന് നല്ലതാണ്, സ്കോർഫിലേക്ക് നല്ലതാണ്. ഓക്കെ, ഇത് മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാൻ, സ്റ്റൊമക് മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ നല്ല പോയിന്റാണ്. പിന്നെന്താ പറയണത്, ആരോ എന്ന് പറയണ്ടല്ലോ, അക്യുപഞ്ചർ ആൻഡ് മാക്യുപഞ്ചർ നീഡ്ലിംഗ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസി സമയത്ത് ദയവായിട്ട് ഈ പോയിന്റ് നീഡിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അത് എല്ലാ പുസ്തകങ്ങളിലും ഇല്ല. ഓക്കെ, ക്ലാസിക്കൽ ഫിഗർ ഓഫ് അക്യുപഞ്ചർ ആൻഡ് മോക്സിബൂഷനിൽ പറയുന്നത് ഈ ഭാഗത്ത് നീഡിൽ പ്രഗ്നൻസി ടൈമിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എനിക്കറിയത്തില്ല. ഓക്കെ, അണ്ടർ ദ പോയിന്റ് ST11 to ST8 ദർ ആർ ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ് ആൻഡ് മെയിൻ ആർട്ടറി. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെ പോയിന്റ്സ് ഒക്കെ പ്രഗ്നൻസി ടൈമിൽ മൊത്തത്തിൽ തന്നെ അവോയ്ഡ് ചെയ്തോളൂ. 12, 13, 14, 15, 16, 17, 18. ഓക്കെ,
ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഞാൻ ഒന്ന് രണ്ട് പിക്ചറും കൂടെ ഇടണമായിരുന്നു അല്ലേ. മസിൽ ഏരിയയും ബോൺ ഏരിയയും നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് ഈ ഒരു PPT നിങ്ങൾക്ക് ഇത്രയും ദിവസം എടുത്തതിനകത്ത് ഏതും എൻ്റെ സ്വന്തമായിട്ടുള്ള വാക്കുകളൊന്നുമില്ല, എല്ലാം വന്നിട്ട് നമ്മുടെ നെറ്റിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിന് പകരം ഇപ്പോൾ ഒരേ ചിത്രം തന്നെ നിങ്ങൾക്ക് മറ്റേ ഓൺ ദ സ്കിൻ ഏരിയ, മസിൽ ഏരിയ, ബോൺ ഏരിയയിലൊക്കെ കാണാം. ഓരോ പ്രാവശ്യം ഇതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതേമാതിരി ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ പോയിന്റിൽ ഇടുന്നതിന് മുമ്പ് ആ പോയിന്റിനെ തൊട്ട് നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഓരോ പോയിന്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ST13, okay, on the chest at the lower border of the middle of the clavicle, fortune lateral to the anterior median line. Okay, അതായത് 13, 14, 15, 16, 17, 18. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലാവിക്കൽ ബോണിന്റെ തൊട്ടു മുകളിലാണ് ഈ ചിത്രത്തിൽ കാണുന്ന ക്ലാവിക്കൽ ബോണിന്റെ 13 റെഡ് കളർ മാർക്ക് കൊടുത്തിട്ടുണ്ടാകും. 12 എന്ന് പറഞ്ഞത് ഈ ബോണിന്റെ തൊട്ടു മുകളിലാണ്. ഓക്കെ, ഏകദേശം ഇവിടെ ആയിട്ട് വരും, ക്ലാവിക്കൽ ബോണിന്റെ ഇവിടെ ആയിട്ട് വരും ST12. ഓക്കെ, ഇത് ST12 അല്ല, സോറി ST12 അല്ല, ST11 എന്നുള്ളത് മൗസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഭാഗത്തായിട്ട് വരും ST11. ST12 എന്നുള്ളത് ക്ലാവിക്കൽ ബോണിന്റെ മുകളിൽ. ഇതിന്റെ തൊട്ട് താഴെ, ക്ലാവിക്കൽ ബോണിന്റെ തൊട്ട് താഴെയുള്ള കുഴിയിലാണ് മറ്റേ ST13 വരുന്നത്. പിന്നെ ഓരോ ബോണിന്റെ ഗ്യാപ്പിന്റെ ഇടയിൽ 14, 15, 16, 17, 18 വരും. ഇതിലെ 17 വന്നിട്ട് ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കാറില്ല. അത് മറ്റുള്ള പോയിന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് വേറെ ഇൻഡിക്കേഷൻസോ ഒന്നുമില്ല, നോ നീഡ്ലിംഗ്, നോ മാർക്സോ ഒന്നും തന്നെ. ഓക്കെ, അപ്പോൾ ബാക്കി 14, 15, 16 നിങ്ങൾക്ക് ഏകദേശം ലൊക്കേഷൻ അറിയാം. നമ്മുടെ വാരിയല്ലുകളാണ്, നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാരിയല്ല് കാണാൻ പറ്റും. അവിടുന്ന് അപ്രോക്സിമേറ്റ്ലി ഫോർച്യൂൺ. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഫോർച്യൂൺ അല്ലാണ്ട് എക്സാക്ട് ഫോർച്യൂൺ അല്ല. കാരണം നമുക്ക് ഈ മറ്റേ നിപ്പിളിൻ്റെ ഭാഗത്തേക്ക് അത് വരണം. ആ മെറിഡിയൻ വരുമ്പോൾ കറക്റ്റായിട്ട് ഒരു വരയായിട്ടുള്ള ചെറിയൊരു കർവേച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ തൊടുന്ന സമയത്ത് ആ പെയിൻ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേഷൻ. നിങ്ങൾ മറ്റേ നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓരോ വാരിയലിൻ്റെയും ഇടയിൽ പ്രസ് ചെയ്തിട്ട് അത് കൂടെ ജസ്റ്റ് ഒന്ന് തമ്പ് വാക്ക് ചെയ്ത് നോക്കൂ. ചില പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്ട്രാ ഒരു കുഴിയോ അല്ലെങ്കിൽ അത് ഡീപ്പായിട്ട് ഉള്ളിൽ എവിടെയോ ടച്ച് ചെയ്യുന്ന ഒരു ഫീല് വരുന്നുണ്ടാവും. അതെല്ലാം ഇംബാലൻസ് ഉള്ളതുകൊണ്ടാണ്. കാരണം നമ്മളൊക്കെ എല്ലാവരും വന്നിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും മറ്റുമൊക്കെ പ്രോപ്പറായിട്ട് ഇരിക്കുന്ന ആളുകളല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റൊമക്ക് മെറീഡിയനിലൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ലിവറിൻ്റെ മെറീഡിയനിലൊക്കെ നമുക്ക് ഒരുപാട് പോയിന്റുകൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ കഫിനും ആസ്മയ്ക്കും വളരെ നല്ല പോയിന്റാണ് ഇത്. ചെസ്റ്റിൽ ഉണ്ടാവുന്ന കൺജഷന് നല്ലതാണ്. ചെസ്റ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും P6 കൂടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. P6 P5 ചെസ്റ്റിന് ഉണ്ടാവുന്ന ഏത് കൺജഷൻ വേണമെങ്കിലും. ഓക്കെ, അത് വളരെ ഡിസ്റ്റൽ പോയിന്റിൽ P6 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന പോയിന്റാണ് പെരിക്കാർഡിയത്തിൻ്റെ. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ഉപയോഗിക്കാം. ഇതൊക്കെ വന്നിട്ട് ലോക്കൽ പോയിന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രം. റിബല്ലസ് ചീനെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അതായത് ഫ്രീസ് ദ ചെസ്റ്റിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കഫം കൊണ്ടുള്ള ചെസ്റ്റ് ഇഷ്യൂസ് ആണെങ്കിലും ശരി, അതല്ലാത്തതാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യാൻ ഈ പോയിന്റ്സ് നല്ലതാണ്. അത് മസാജും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 0.5 ചൂൺ തൊട്ട് 0.8 വരെ പറയുന്നുണ്ട്. ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദയവായിട്ട് ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യേണ്ട. ബോണിന് മറ്റേ ഓരോ ബോണിൻ്റെയും ഗ്യാപ്പിലാണുള്ളത്. അത് ചെറിയ നീഡിലായതുകൊണ്ട് ഓർഗണിൽ ടച്ച് ചെയ്യുന്നതാണ് TCM പറയുന്നത്. TCM അല്ല, മോഡേൺ സിസ്റ്റത്തിൽ പറയുന്നത്. ലൊക്കേഷൻ നിങ്ങൾ കണ്ടാണ്. അടുത്തത് ST14. അടുത്തത് എന്താണ്? ഫസ്റ്റ് ഇന്റർകോസൽ സ്പേസ്, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും വാരിയലുകൾക്ക് നടുവിൽ അപ്രോക്സിമേറ്റ്ലി 4 ചൂൺ ലാറ്ററൽ വരുന്നതാണ് ഈ ST14 എന്നുള്ള പോയിന്റ്. ഇതും അതേമാതിരി തന്നെ കഫ് ആൻഡ് ആസ്മയ്ക്ക് നല്ലതാണ്. ചെസ്റ്റും അതേമാതിരി തന്നെ ഹൈപ്പോകൺട്രി, അത് ചെസ്റ്റിന്റെ അപ്പർ റീജിയനിൽ വരുന്ന ഏരിയയിലത്തെ പെയിനൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അത് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ആണെങ്കിലും ശരി, ആ ഗ്യാസിന്റെ ആണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണെങ്കിലും ശരി, മാറാൻ വളരെ നല്ലതാണ്. ഇതുമൊക്കെ തന്നെ റിബല്ലസ് ചീനെ കൺട്രോൾ ചെയ്യുന്നു. അതേമാതിരി ചെസ്റ്റിനെ ഫ്രീ ചെയ്യാൻ ശ്രമിക്കുന്നു. ബാക്കിയൊക്കെ റെഗുലറായിട്ട് നമ്മൾ എഴുതുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. കാരണം ഒരേ എക്സ്പ്ലനേഷൻ വെറുതെ ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാ. ഇതെല്ലാം ആൾമോസ്റ്റ് ഒരേ സ്വഭാവ ഗുണത്തിലുള്ളതാണ്. ഓക്കെ, ST14, 15, 16, 17 നമുക്ക് ലൊക്കേഷൻ മനസ്സിലാവണം. അപ്രോക്സിമേറ്റ്ലി 4 ചൂണ് തന്നെയാണ്. അതേമാതിരി ST15 രണ്ടാമത്തെയും മൂന്നാമത്തെയും വാരുകൾക്ക് നടുവിൽ മധ്യഭാഗത്ത് നിന്ന് 4 ചൂൺ ലാറ്ററൽ വരുന്നതാണ്.
ഇതേ തന്നെ നേരത്തെ എന്തൊക്കെ പറഞ്ഞോ അതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനല്ല, ബാക്കി ST14 ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന സിവിയർ പെയിൻ, അക്യൂട്ട് പെയിന് നല്ലതാണ്. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയും. അതേമാതിരി തന്നെ ഇതിന് വേറൊരു റെമഡി കൂടി നാച്ചുറൽ ആയിട്ടുള്ള എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുല്ലപ്പൂ എന്ന് പറയുന്ന ഒരു പൂ ഉണ്ടല്ലോ, നല്ല മണമുള്ള ചെറിയ കുഞ്ഞ് വെള്ളപ്പൂ. ഓക്കെ, മുല്ലപ്പൂ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളുടെയും തലയിൽ കാണാം. ഈ സാധനം നിങ്ങൾ ബ്രേസിയറിനകത്ത് ഇട്ടിട്ട്, ബ്രേസിയർ ഇട്ട് ഫുൾ ഡേ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന പെയിനിന് നല്ല ശമനം ഉണ്ടാവും കേട്ടോ. നീഡിൽ പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൂ മറ്റേ കിട്ടുമെങ്കിൽ ദിവസം മറ്റേ ബ്രേസിയറിൽ ഓരോ പൂ 2 ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ പെയിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ. എല്ലാ പെയിനും അല്ല, ഒട്ടുമിക്ക എനർജി റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസും അവർക്ക് മാറി കിട്ടും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 15 നമ്മളിപ്പോൾ നോക്കിയത്. ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു. അടുത്തത് തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ്. മൂന്നാമത്തെയും നാലാമത്തെയും വാരിയലിലേക്ക് നടയിലാണ്. ഇതും ഇതേമാതിരി തന്നെ ബ്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 15, 16 തന്നെ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തോളൂ, പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല. കുറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് റെഡ് കളർ കുറച്ച് വന്നു എന്ന് മാത്രം. ഓക്കെ, റൺ 70 നമ്മൾ പഠിക്കാൻ പോകുന്നില്ല, കാരണം നമുക്കത് നമ്മുടെ നിപ്പിളാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ വന്നിട്ട് മോക്സയോ അക്യുപഞ്ചറോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത പോയിന്റാണ്. ജസ്റ്റ് ഈ സാധനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോയിന്റിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് അത്രയും. ഓക്കെ, പണ്ട് ചില പുസ്തകങ്ങളിൽ ഇത് ചില പ്രത്യേക രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ST18 എന്നുള്ളത് ബ്രസ്റ്റ് റൂട്ട് എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ ചെസ്റ്റ് ഡയറക്ട്ലി ബിലോ ദ നിപ്പിൾ അറ്റ് ദ ബേസ് ഓഫ് ദ ബ്രസ്റ്റ് ഇൻ ദ 5th ഇന്റർകോസ്റ്റൽ സ്പേസ് 4 tune lateral to the anterior median line. അതായത് ബ്രസ്റ്റിൻ ലൈനിന്റെ വരുന്നതാണ് 5ാമത്തെയും 6ാമത്തെയും വാരിയലിലേക്ക് നടുവിൽ. അത് ഇതേമാതിരി തന്നെയാണ്. നിങ്ങൾക്ക് വന്നിട്ട് ഗർഭിണികളാണ്, മുലപ്പാലില്ലെങ്കിൽ അതിന് ST18 നല്ല പോയിന്റാണ്. അതേമാതിരി തന്നെ ബ്രസ്റ്റിലുണ്ടാകുന്ന പെയിനും മറ്റുമൊക്കെ മാറാൻ നല്ലതാണ്. ബ്രസ്റ്റിലുണ്ടാകുന്ന കൺജഷനും അതേമാതിരി ബ്രസ്റ്റ് ഡിസ്റ്റൻ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം 15 കൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചെസ്റ്റ് പെയിന് നല്ലതാണ്, കഫ് ആൻഡ് ആസ്മയ്ക്ക് നല്ലതാണ്. ബ്രസ്റ്റിന് സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്, ചെസ്റ്റിനെ റിലീവ് ചെയ്യുന്നു. അതേമാതിരി തന്നെ കഫും വീസിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് നല്ലതാണ്. ചില ആളുകൾക്ക് അല്ലാതെ തന്നെ ആ ഭാഗത്ത് പെയിന് വരും, അപ്പോൾ റെഗുലറായിട്ട് അവിടെ മസാജ് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് പറയാം. ST18. ഓക്കെ, ഈ ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ ആഹാരം കഴിച്ച ഉടനെ നടക്കുകയോ അല്ലെങ്കിൽ ശരിക്കും പ്രോപ്പറായി ഡൈജഷൻ ആവാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ മറ്റേ ഇതിൻ്റെ താഴെ മറ്റേ ആഹാരമൊക്കെ കഴിഞ്ഞ ഉടനെ ഒന്ന് ഓടുക എന്തെങ്കിലുമൊക്കെ ചെയ്ത വേദന വരുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വരിക. ആ ലൊക്കേഷൻ അല്ല, അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. അത് ഒട്ടുമിക്ക സമയത്തും സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് അവിടെ പെയിൻ ഓട്ടോമാറ്റിക്കലി തന്നെ വരും. തൊടാതെ തന്നെ പെയിൻ ഫീൽ ചെയ്യാൻ പറ്റും. തൊട്ട് കഴിഞ്ഞാൽ സിവിയർ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് മറ്റേ അഫോർഡബിൾ പ്രഷറിൽ അവരോട് തന്നെ സെൽഫായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഒരു 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ വേദന അവിടെ റെഡ്യൂസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയി മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മറ്റേ നെറ്റിൽ നിന്ന് നമ്മൾ എടുത്തത് തന്നെയാണ്. ഓക്കെ, അറിയാൻ വേണ്ടി ഞാൻ വിട്ടു എന്ന് മാത്രം. ഓക്കെ, അടുത്തത് ST90. ഓക്കെ, സ്റ്റൊമക്ക് 90 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ അപ്പർ അബ്ഡമൻ, വയറിന്റെ മോൾ ഭാഗത്ത് 6 tune above ദ സെന്റർ ഓഫ് ദ അംബ്ലിക്കസ്. അംബ്ലിക്കസ് നിന്ന് ഏകദേശം 6 tune മുകളിലും 2 tune വശങ്ങളിലേക്കും. അപ്പോൾ അംബ്ലിക്കസ് നിന്ന് നമുക്ക് എടുക്കുന്നതായിരിക്കും ഈ പോയിന്റ് ഏറ്റവും നല്ലത്. 6 tune മുകളിലേക്ക് എടുക്കുക, 2 tune വശങ്ങളിലേക്ക് എടുക്കുക. ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ, സ്റ്റൊമക്ക് ഏരിയയിൽ വരുന്ന പെയിനിന് വളരെ നല്ല പോയിന്റാണ്. ഓക്കെ, ഈ ഭാഗത്തൊക്കെയാണ് സാധാരണ ഊണ് കഴിഞ്ഞ ഉടനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ, പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റേ വീട്ടിലേക്ക് വരുമ്പോൾ സ്കൂൾ ലഞ്ചിന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ പോയിട്ടൊക്കെയാണ് കഴിച്ചിട്ട് വരാം. ഈ കഴിക്കാൻ പോകുമ്പോൾ തന്നെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും സമയമാവും. അപ്പോൾ അവിടുന്ന് ആഹാരം കഴിച്ചിട്ട് ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലാണ്
കൂടുതലും വേദന വരിക. ഇത് 2 ചൂണാണ്. ഇത് ഒരു 4 ചൂൺ അപ്രോക്സിമേറ്റിലാണ് നമുക്ക് നല്ല പെയിൻ വരിക. എന്താ വെച്ചാൽ സഫീഷ്യൻ്റ് ആയിട്ട് അവിടെ എന്താ പറയുക ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. പെട്ടെന്ന് ഓടിയത് കൊണ്ടും ഈ ഡൈജഷൻ നടക്കുന്നതുകൊണ്ടും എല്ലാവരുടെയും ആവശ്യത്തിന് എത്തില്ല, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താത്തത് കൊണ്ട് വരുന്ന ഒരു പെയിനാണത്. ഓക്കെ. അതേമാതിരി തന്നെ വോമിറ്റിംഗ് ഈ പോയിന്റ് നല്ലതാണ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് വിശപ്പില്ലായ്മയ്ക്കൊക്കെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ അബ്ഡമിനൽ ഡിസ്റ്റൻഷൻ, അതിന് ഈ പോയിന്റ് നല്ലതാണ്. നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ST36, അതായത് ദഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും കഴിയുന്നതും ST36 കൂടെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി മിഡ് ജിയോയിൽ വരുന്ന പോയിന്റാണ്. അപ്പം മിഡ് ജിയോനെ എല്ലാ ഓർഗണും, മിഡ് ജിയോണിലെ എല്ലാ ഓർഗണിനെയും ഹാർമണൈസ് ചെയ്യാൻ നല്ലതാണ്. ആ ഏരിയനെ ഹാർമണൈസ് ചെയ്യാനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ലിവറിനെയും സ്പ്ലീനിനെയും സ്റ്റൊമക്കിനെയും സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷണൽ ഫങ്ഷണലിനെ പ്രോപ്പറാകാൻ സഹായിക്കുന്ന പോയിന്റാണ്. വോമിറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിബലസ് ജീനെ കൺട്രോൾ ചെയ്യണമെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. ST9 എന്നുള്ളത് 6 ചൂൺ മുകളിലും 2 ചൂൺ വശങ്ങളിലായിട്ടാണ് ഉള്ളത്. ഹലോ ഹലോ, ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. അടുത്തത് ST20 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ അപ്പർ അബ്ഡമൻ 5 ചൂൺ അബോവ് ദ സെൻറ്റർ, അംബ്ലിക്കസ് നിന്ന് 5 ചൂൺ മാറി 2 ചൂൺ വശങ്ങളിൽ, അല്ലെങ്കിൽ SI19 നിന്ന് 1 ചൂൺ താഴെ. ഓക്കെ. ഇതും അതേമാതിരി തന്നെ ST19 എന്തിനൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോ സെയിം തന്നെയാണ്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്, അതല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. എന്തൊക്കെയാണ്? ഗ്യാസ്ട്രിക് പെയിൻ, വോമിറ്റിംഗ്, പുവർ അപ്പറ്റൈറ്റ്, അബ്ഡമിനൽ ഡിസ്റ്റൻസസ്. അതേമാതിരി തന്നെ ഹാർമണൈസ് ദ മിഡിൽ ജിയോ ഡിസെൻസ് റിബല്ലസി. അത് മറ്റേ ഗ്യാസുമായിട്ട് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ദഹനായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഇഷ്യൂസിനും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. 20യുടെ 19 നിന്നും അപ്രോക്സിമേറ്റ്ലി 1 ചൂൺ താഴെ. ഓക്കെ. അടുത്തത് ST21 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ അപ്പർ അബ്ഡമൻ 4 ചൂൺ അബോവ്, അതായത് നമ്മൾ നേരത്തെ 20 നിന്നും മറ്റേ 5 ചൂണാണ് പറഞ്ഞത്, ഇത് 4 ചൂൺ. അപ്പോൾ ST20 നിന്ന് 1 ചൂൺ താഴെ, അല്ലെങ്കിൽ അംബ്ലിക്കസിൽ നിന്ന് 4 ചൂൺ മുകളിലും 2 ചൂൺ ലാറ്ററലായിട്ട് വരുന്ന പോയിന്റാണ്. അപ്പം മധ്യഭാഗത്ത് നിന്ന് 2 ചൂൺ ലൈനിലാണ് ഈ 20ഉം 19ഉം 20ഉം 21ഉം വരുന്നത്. എല്ലാം ഓരോരോ ചൂൺ മുകളിലാണ്, താഴെയായിട്ടാണ്. ഓക്കെ. വയറ് വന്നിട്ട് വീർത്തിരിക്കലും അല്ലെങ്കിൽ അതിന് ഭയങ്കര ടൈറ്റ് തോന്നലും എല്ലാത്തിനും ദഹനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഉപയോഗിക്കാം. ഇതിനകത്ത് ഒരെണ്ണം എക്സ്ട്രാ പറയുന്നത് ഡയേറിയയ്ക്ക് ഈ പോയിന്റ് നല്ലതാണ്. അത്രയേ ഉള്ളൂ. ഹാർമണൈസ് ദ മിഡിൽ ജിയോ, ഹാർമണൈസസ് ദ ആൻഡ് ഡിസെൻസ് റിബല്ലസി, സ്റ്റോപ്സ് ഡയേറിയ. അത് മാത്രമാണ് ഒരു ഇതുള്ളത്. ഓക്കെ. 4 ചൂൺ. അടുത്തത് ST21. 22 21 1 ചൂൺ താഴെയാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. 3 ചൂൺ അംബ്ലിക്കസിന് മുകളിലാണ്, 2 ചൂൺ വശങ്ങളിലാണ് ഉള്ളത്. ഇതേമാതിരി തന്നെ മറ്റേ ദഹനേന്ദ്രിയമായി ബന്ധപ്പെട്ടിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ചിലവർക്ക് വന്നിട്ട് മറ്റേ വയറിനകത്ത് ശബ്ദം കേൾക്കും. കുട്ടികൾക്കാണെങ്കിലും ശരി, നമുക്കൊക്കെ തന്നെ ശബ്ദം കേൾക്കും. ഇൻഡസ്ട്രിയിൽ എന്തോ ഒരു സാധനം, ഗ്യാസോ വെള്ളമോ എന്തോ മുഴുവനായിട്ടില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന പോലെ ഗർഗർ എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേൾക്കും. ആ ശബ്ദം റെഗുലറായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ഡയറിയയ്ക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ എഡിമ എവിടെയെങ്കിലും ശരീരത്തിനകത്തൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. നീർക്കെട്ട് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. അത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് എഡിമയ്ക്ക് ഹെൽപ്പ് ചെയ്യണത്. ചെറുകുടലിനെ, ഇൻഡസ്ട്രിയൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. റെഗുലേറ്റ്സ് ചീ, ബെനിഫിറ്റ്സ് യൂറിനേഷൻ. ഓക്കെ. കാരണം അത് ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനകത്താണ്. അപ്പോൾ ചീനെ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻ നന്നാവും. സർക്കുലേഷൻ നന്നാവുന്ന സമയത്ത് വാട്ടർ റിട്ടൻഷൻ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകും. അതുകൊണ്ടാണ് ഈ ST22 വന്നിട്ട് സ്മോൾ ഇൻഡസ്ട്രിയൻ്റെ ഏരിയയുടെ തന്നെ മുകളിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്മോൾ ഇൻഡസ്ട്രിയൻ്റെ മറ്റേ എനർജീനെ സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും.
ഇതേമാതിരി തന്നെ ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കൂടി ബാക്കി നമ്മുടെ സ്പ്ലീൻ മെറിഡിയൻ പോകുന്നുണ്ട്, ലിവർ പോകുന്നുണ്ട്, കിഡ്നി പോകുന്നുണ്ട്. അപ്പോൾ ആ ഇൻറ്റസ്റ്റൈൻ്റെ ഏരിയയിൽ വരുന്ന ആ പോയിന്റിനൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള ഗുണങ്ങൾ കിട്ടും കോമൺ ആയിട്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ സ്കാൽപ്പ് അക്യുപഞ്ചർ ആയിക്കോട്ടെ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനീസ് സ്കാൽപ്പ് അക്യുപഞ്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? ഓരോ ബ്രെയിനും ഓരോ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ ബ്രെയിന് വന്നിട്ട് വേറൊരു മ്യൂക്കസ് മെമ്പറിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബോണ് വെച്ചിട്ടുണ്ട്. ആ ബോണിൻ്റെ മുകളിലാണ് നമ്മളുടെ സ്കിന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ ബ്രെയിൻ ഫംഗ്ഷൻ ഏതൊക്കെ ഏരിയ മറ്റേ ഓരോ സ്ഥലം ഓരോ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ കൊടുക്കുന്ന റിതം അല്ലെങ്കിൽ ഒരു ഇൻസർട്ടേഷൻ അല്ലെങ്കിൽ മസാജ് തന്നെ ഈവൻ ബോൺ ഉണ്ടെങ്കിൽ പോലും ഫേഷ്യയുടെ ഹെൽപ്പിൽ ആ ബ്രെയിനിന് താഴെയുള്ള ബ്രെയിനിനെ പോയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഭാഗത്തെയാണോ ആക്ടിവേറ്റ് ചെയ്യണത് ആ ഫംഗ്ഷന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നതാണ് ചൈനീസ് സ്കാൽപ്പ് അക്യുപഞ്ചറിൻ്റെ ഫണ്ടമെൻ്റൽ. അത് പ്രൂവണുമാണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഒരു ബ്രെയിനിൻ്റെ മുകളിൽ ഒരു സ്കാൽപ്പ് വെച്ച് പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു നീഡിലിടുന്ന സമയത്തോ അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന സമയത്തോ ആ താഴെ ബോണിന് താഴെയുള്ള ബ്രെയിനിൻ്റെ ഭാഗം ആക്ടിവേറ്റ് ചെയ്യും. ആ ഇഷ്യൂ മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നേരിട്ട് മറ്റേ ബോണൊന്നും ഇല്ലാണ്ട് നേരെ ഈവൻ നമ്മുടെ വാരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓരോ വാരിയലിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ട്. ഇത് സ്റ്റൊമക്കിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫ്രീ ബോൺ ഏരിയയാണ്, അവിടെ മറ്റേ ബോൺ തന്നെ ഇല്ല. അപ്പം നമ്മൾ ഒരു പ്രഷർ കൊടുത്താലും ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാലും ഒരു നീഡിലിട്ട് കഴിഞ്ഞാലൊക്കെ തന്നെ ആ വേവ് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ ആ ഓർഗനിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഓർഗനും കൂടെ വർക്ക്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ആൾക്കാർ ഈ എന്താ പറയുക ഒരുപാട് പ്രായമായ ആളുകൾ അല്ലെങ്കിൽ ഈ പണിയെടുക്കാതെ ഇരിക്കുന്ന ആളുകളുണ്ടാകും. പണ്ടത്തെ നമ്മൾ പൊതുവെ കളിയാക്കാറുള്ള നമ്പൂതിരി ഫലിതങ്ങളിലൊക്കെയാണ് കാണുക. അതായത് നമ്പൂരി ആഹാരമൊക്കെ കഴിഞ്ഞ് വയറ് തടയിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല സിനിമകളിലും അങ്ങനെ കാണാറുണ്ട്. നമ്പൂതിരി ബ്രാഹ്മണനൊക്കെ കാണിക്കുമ്പോൾ ഷർട്ട് ഇടാണ്ട് അവർ വലിയൊരു വയറും വെച്ച് വയറിനെ തടയിക്കൊണ്ടേയിരിക്കും. എന്താ വെച്ചാൽ ആഹാരം കഴിക്കുന്നിട്ട് ഫിസിക്കലായിട്ട് കൂടുതൽ ഡാമേജ് പണിയില്ലാത്തത് കൊണ്ട് തന്നെ ആ ഗ്യാസിൻ്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ഫങ്ഷനാലിറ്റി ഈ മസാജിലൂടെയെങ്കിലും കുറച്ച് കൂടുതൽ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബോഡിയുടെ ഒരു ഇന്നർ സെൻസ് ആയിരിക്കാം ഇങ്ങനെ ആഹാരം കഴിച്ച് വെറുതെ ഇരിക്കുന്ന ആളുകൾ വയറിൽ തടവുന്നത്. ഓക്കെ, ഇത് TCM പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സർ ഇതിന്റെ നീഡിൽ ഇൻസർഷൻ എത്രയാണ് വരുന്നത്? നീഡില് ഇൻസർട്ട് ചെയ്യണത് 0.5 ചൂൺ വരെ ഇടാം, 0.3 അല്ലെങ്കിൽ 0.5 ചൂൺ വരെ ഇടാം. ഒരു 15 ഡിഗ്രി സ്ലാൻഡിങ്ങിലാണെങ്കിൽ 1 ചൂൺ വരെ നിങ്ങൾക്ക് പോകുമല്ലോ. 1 ചൂണോ 2 ചൂണോ ഒക്കെ പോകും. പക്ഷെ അതിലെന്താ 8 to 1.2 എന്ന് കാണിച്ചിരിക്കുന്നത്? 0.8 ആണല്ലേ? 0.8 to 1.2 ചൂണാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത് TCM പറയുന്നതാണ് ഇട്ടത്. ഞാൻ എന്താ സേഫർ സൈഡ് നിങ്ങളോട് പറയുന്നത് 0.3 to 0.5 ഇട്ടോളൂ, വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഇതൊക്കെ ഈ സ്റ്റൊമക് ചാനലൊക്കെ ഹെർണിയയ്ക്ക് കൂടെ എഫക്റ്റീവ് അല്ലേ സർ? എല്ലാ പോയിന്റും ഹെർണിയയ്ക്ക് എഫക്റ്റ് അല്ല. ഇപ്പൊ ഈ 21, 22 ഒന്നും എഫക്റ്റ് അല്ല. അപ്പൊ അല്ല കുറച്ചുകൂടെ താഴെ വരുന്ന പോയിന്റുകളാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, പിന്നെ നമ്മൾ ഹെർണിയ എന്ന് പറയുന്ന സമയത്ത് മെയിനായിട്ട് അതിൻ്റെ ഇഷ്യൂസ് എന്താണ്? മസിൽ വീക്ക്നെസ് ആണ് അല്ലേ? മസിൽ ടയറാവുക അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ് കൊണ്ട് ഇൻഡസ്ട്രിയൻ താഴോട്ട് വലിയുന്നതാണ് ആണല്ലോ. അതെ, പുറത്തേക്ക് തള്ളുന്നതാണല്ലോ. പുറത്തേക്ക് തള്ളുകയല്ല, ആക്ച്വലി മസിൽസിനെ തള്ളുമ്പോൾ മസിൽ അത് താങ്ങാതെ അതിൻ്റെ ഗ്യാപ്പിലൂടെ ഈ സാധനം താഴോട്ട് ഇറങ്ങുന്നു. അല്ലെങ്കിൽ സ്റ്റൊമക് അംബ്ലിക്കൽ ആണെങ്കിൽ അംബ്ലിക്കൽ ഏരിയയിൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 95% ആളുകളും ആഹാരത്തിൻ്റെ ഒപ്പം വെറുതെ വെള്ളം കുടിക്കുന്ന ആളുകളായിരിക്കും ഹെർണിയയ്ക്ക്. ഓക്കെ, ആഹാരത്തിൻ്റെ ഒപ്പം തന്നെ നിറയെ വെള്ളം കുടിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആഹാരം കഴിഞ്ഞ ഉടനെയോ കഴിക്കുന്നതിന് മുമ്പോ വെള്ളം കുടിക്കുന്ന ആളുകളായിരിക്കും നിറയെ. ഒരു മൊന്തയൊക്കെ കുടിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദഹന പ്രശ്നം മാറുകയില്ല. അത് അവർ സർജറി ചെയ്താൽ പിന്നെയും അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അടിസ്ഥാനമായി ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കിലെ ഡൈജഷൻ സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം. ആക്ച്വലി മസിൽ വന്നിട്ട് സ്റ്റൊമക്കാണ് കൺട്രോൾ ചെയ്യണതെങ്കിലും ലിവറും അതേമാതിരി തന്നെ വുഡ് ആൻഡ് എർത്ത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് മസിൽസിനെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ
പണ്ടത്തെ TCM പുസ്തകങ്ങളിലെല്ലാം തന്നെ മസിൽ കൺട്രോൾ ചെയ്യുന്നത് വുഡ് എന്നാണ്. പിന്നീട് വരുന്ന പുസ്തകങ്ങളിലാണ് കാലക്രമേണ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്. ടെൻഡന് വന്നിട്ട് വുഡിനും കൊടുത്തത്, എർത്തിന് സ്റ്റൊമക്കും കൊടുത്തത്. അപ്പം നമുക്ക് സേഫർ സൈഡ് നിങ്ങളൊരു മസിൽസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് നോക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിനകത്ത് വുഡ് ആൻഡ് എർത്തും കൂടെ കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോ വുഡ് ആൻഡ് എർത്ത് ലിവർ 3 നല്ല പോയിന്റ് ആയിരിക്കും അല്ലേ? സ്റ്റൊമക്കിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ST36 നല്ലതാണ്. അതേമാതിരി തന്നെ നമ്മുടെ ഈ ഹെർണിയ മറ്റൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ തൊട ഇടുക്കുകളിലെ പോയിന്റ് കുറച്ചുകൂടെ നല്ലതാണ്. ആക്ഷിയായിട്ടും വർക്ക് ചെയ്യും. അത് മേജർ ജംഗ്ഷൻ ആയതുകൊണ്ട് വളരെയേറെ പ്രാധാന്യമുണ്ട്. ജംഗ്ഷൻ എത്ര വലുതാണോ അതിനനുസരിച്ചിട്ട് ആ പോയിന്റിനും പ്രാധാന്യം കൂടും. ഓക്കെ, അടുത്തത് ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അംബ്ലിക്കസിൽ നിന്ന് 3 ചൂണും മിഡ് ലൈനിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 2 ചൂണ് മാറിയിട്ടുള്ളതാണ് ST22. ഓക്കെ, ആക്ച്വലി ഈ ST22 വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി ലാർജ് ഇൻട്രഷ്യൻ ക്രോസ് ചെയ്യുന്ന പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ലാർജ് ഇൻഡസ്ട്രീനും ഇത് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് വാട്ടർ പാസേജ് ആൻഡ് എഡിമയ്ക്ക് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ മറ്റേ അസെൻഡിങ് കോളൻ കഴിഞ്ഞ് ട്രാൻസ്വേഴ്സ് കോളൻ പോകുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ പാസേജിനെ ഇത് സപ്പോർട്ട് ചെയ്യണം, എഡിമയ്ക്കും മറ്റും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ST23 എന്നുള്ളത് 2 ചൂൺ എബോവ് ദ അംബ്ലിക്കസ്. അംബ്ലിക്കസിന് 2 ചൂൺ മുകളിലാണ്, 2 ചൂൺ വശങ്ങളിലാണ്. ഇത് വന്നിട്ട് മാനസിക തലത്തിലുള്ള ഇഷ്യൂസ്. ഓക്കെ, അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ വെളുത്ത വാവും കറുത്ത വാവും സമയത്തൊക്കെ വന്നിട്ട് മൂഡ് സ്വിങ്ങോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ വരുന്ന ഇഷ്യൂസ്, അതേമാതിരി തന്നെ ഇറിറ്റേറ്റബിലിറ്റി, അതായത് പ്രൊട്രൂഡിങ് ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് വന്നിട്ട് എന്താ പറയുക ചുരുണ്ട് പോകണ മാതിരി. നേരെ നിവർത്താൻ പറഞ്ഞാൽ നേരെ നിവർത്താൻ പറ്റത്തില്ല. അവർക്ക് നാക്ക് ഇങ്ങനെ ചുരുണ്ട് പോകും, സ്ട്രെയിറ്റ് ആക്കാൻ പറ്റില്ല. ചിലർ അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ അവർ ഫീൽ ചെയ്യും. ഓക്കെ, റെയറായിട്ടുണ്ടാവുന്ന ഒരു ഇഷ്യൂസാണ്. ഈ സമയങ്ങളിൽ ഉണ്ടാവുന്ന മറ്റേ മാനസിക തലത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് വെളുത്ത വാവ് സമയത്തും കറുത്ത വാവ് സമയത്തും മൂഡ് സ്വിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ എമോഷണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവുക. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ സ്റ്റൊമക്കിനെയാണ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. ആ സമയത്തൊക്കെ ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് വിത്ത് ST36 കൂടെ കൊടുക്കാൻ ശ്രമിക്കാം. ട്രാൻസ്ഫോംസ് ഫലം, അതായത് കഫത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കാംസൻ മിഡിൽ ജിയോനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ദിസ് പോയിന്റ് ആൾസോ നോൺ ടു ട്രീറ്റ് സൈക്കോളജിക്കൽ ഇഷ്യൂസ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു. മാനസിക തലത്തിലുള്ള ഇഷ്യൂസിന് ഈ പോയിന്റ് വളരെ നല്ലതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് മറ്റേ ഈ അതായത് ഒരു എർത്തിൽ വരുന്ന ഇംബാലൻസ് ആണ് അയാളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാന്നാണ് പറയാറ്. അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾക്കൊക്കെ ഈ വെളുത്ത വാവ് സമയത്ത് കറുത്ത വാവ് സമയത്തും ഇംബാലൻസ് ഉണ്ടാവും. എന്താ വെച്ചാൽ എർത്ത് സ്ട്രെങ്ത് ആയിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രൻ മാറുന്ന സമയത്ത്, അതായത് വേലിയേറ്റം വേലിയിറക്കം പോലെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ജലാംശത്തിനും എന്ത് സംഭവിക്കും, ഈ വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും പുള്ളിങ്ങും ഡ്രോപ്പ് ഡൗണും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ എർത്ത് നല്ല, ഇപ്പോൾ നമ്മൾ ഒരാളെ തള്ളുന്നു എന്ന് വയ്ക്കുക, ഒരാൾ നിൽക്കുന്ന ഒരാളെ പോയി തള്ളുകയാണെന്ന് വയ്ക്കുക. ഈ തള്ളുന്ന സമയത്ത് ആ വ്യക്തിക്ക് നമ്മൾ തള്ളുന്ന ഫോഴ്സിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ തന്നെ നിൽക്കും. അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർ പോയി വീഴും, ഇല്ലേ? അതേപോലെ തന്നെയാണ് ഈ മൂൺ മറ്റേ ഫേസിൻ്റെ സമയത്ത് മൂണിൻ്റെ ഈ എന്താ പറയുക മറ്റേ അതിൻ്റെ എന്താ പറയുക സക്കിങ് ആൻഡ് റിലീസിങ് തൽക്കാലം വയ്ക്കുക. അതാണല്ലോ മറ്റേ എന്താ പറയുക വേലിയേറ്റവും വേലിയിറക്കും. സോ ആ ഒരു പ്രഷർ താങ്ങാനുള്ള കഴിവ് എർത്തിനുണ്ടെങ്കിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അപ്പം അത് താങ്ങാൻ പറ്റാത്ത ആളുകളിലാണ് ഈ എമോഷണൽ ഇഷ്യൂസും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എർത്തിനെയാണ് ഇങ്ങനെ ഉള്ള ഇഷ്യൂസിന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, 2 ചൂൺ മുകളിൽ 2 ചൂൺ മാറിയിട്ടുണ്ട്. ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. അതും ഇതേമാതിരി തന്നെ 22, 23 വന്നിട്ട് ലാർജ് ഇൻഡസ്ട്രിയൻ കടന്നു പോകുന്ന ഏരിയ ആയിട്ട് ഏകദേശം വരും, അപ്രോക്സിമേറ്റ്ലി കേട്ടോ. അടുത്തത് ST24 എന്നാണ്. ഓൺ ദ അപ്പർ അബ്ഡമൻ 1 ചൂൺ എബോവ് ദ സെൻറ്റർ ഓഫ് ദ അംബ്ലിക്കസ്. 2 ചൂൺ മാറിയിട്ട്. ഇതെല്ലാം തന്നെ സ്റ്റൊമക്കിലുള്ള എല്ലാ പോയിന്റും ഓരോരോ ചൂണെന്നാണ്. നമ്മുടെ വാരിയലുണ്ടല്ലോ, വാരിയൽ ഫിനിഷ് ചെയ്യുന്ന അവിടുന്ന് 2 ചൂൺ എടുത്തു കഴിഞ്ഞാൽ ഓരോ ചൂണ് മാറിയിട്ട്
നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 വരെയും നമുക്ക് വരാൻ പറ്റും. അത് ഇതേമാതിരി തന്നെയാണ്. മാനസികമായ തലത്തിലുള്ള ഇഷ്യൂസിന് ഈ പോയിന്റ് നല്ലതാണ്. വോമിറ്റിങ്ങിന് നല്ലതാണ്. സ്റ്റിഫ് ടങ്ങിനാണെങ്കിലും ശരി, നാക്കുകൾ എന്താ പറയുക, നമ്മുടെ കൺട്രോളിലില്ലാതെ മറ്റെന്താ പറയുക, ഇങ്ങനെ പറയാത്, ചിലവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് നാക്കിന് ഇങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടുണ്ടോ? വെറുതെ ഇരിക്കുകയില്ല അവർ. ഇരിക്കുന്ന സമയത്ത് 2 പല്ലുകൾക്കിടയിൽ നാക്കിനെ കൊണ്ടുവന്നിട്ട് ഈ നാക്കിനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇംബാലൻസ് തന്നെയാണ്. ഇതും ഇതേമാതിരി തന്നെ 23 and 24 സെയിം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ആൾമോസ്റ്റ് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ചൂട് സാർ, അത് മുകളിൽ എന്തുകൊണ്ടാണ് നാവ് ഈ പല്ലുകൾക്കിടയിൽ കിടന്നിട്ട് ഇങ്ങനെ ചലിപ്പിച്ചിട്ടുണ്ട്? അത് സ്റ്റൊമക്കിന്റെ ഇംബാലൻസ് ആണ്. എന്തിന്റെ? സ്റ്റൊമക്കിന്റെ ഇംബാലൻസ് ആണ്. അല്ല, ഒരു ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ അത്? അല്ലല്ല. അല്ല, അങ്ങനത്തെ ആൾ കൂടുതല് അല്ല, അത് ആക്ച്വലി ഇംബാലൻസ് ആണ്. വായിൽ നിന്ന് നോളൊലിക്കുന്ന ഒരു അസുഖം, അതുമാതിരി അവരുടെ കണ്ണുകൾക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണ്ണുകൾ കുറച്ചും കൂടി വലുതായിരിക്കും, അങ്ങനത്തെ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അതുപോലെ സ്വഭാവ രീതിയിലും മറ്റേ നിങ്ങൾ പറയുന്നത് വന്നിട്ട് മറ്റേ സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികളാണ് പറഞ്ഞത്? അല്ല സാർ, സെറിബ്രൽ പാൾസിയുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടാവുന്നതല്ലേ ഇത്? അവരല്ല, ഇത്ര ആൾക്കാർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ. അതെ. മറ്റത് സെറിബ്രൽ പാൾസിലുള്ള കുട്ടികൾ എല്ലാ സമയത്തും അങ്ങനെ തന്നെ. അതെ, അത് ആക്ച്വലി വന്നിട്ട് സ്റ്റൊമക്കിന്റെ ഇംബാലൻസ് ആണ്. സ്റ്റൊമക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൽ നിറയെ മാറ്റം വരും അവർക്ക്. അതായത് സ്റ്റൊമക്ക് ഡൈജഷൻ ശരിയാവാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാണോ അത്? സ്റ്റൊമക്ക് എനർജിയാണ്. ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് നടക്കുന്ന എല്ലാ ഫങ്ഷനാലിറ്റിയും പ്രോപ്പറായിട്ട് അറിയില്ലല്ലോ. ഓക്കെ. അപ്പോൾ സ്റ്റൊമക്ക് ആണ് നമുക്ക്, സ്റ്റൊമക്കിന്റെ ചീ ഡിഫറൻസ് ആണ്, എർത്തിന്റെ ചീ ഡിഫറൻസ് ആണ്, ഇംബാലൻസ് ആണത്. അപ്പോൾ അവരുടെ ആഹാര രീതിയും അവരുടെ ഇതും എത്ര കാലമായി എന്നുള്ളത് നോക്കി അതിനനുസരിച്ചിട്ട് അവർക്ക് പറ്റാത്ത ഫുഡിനെ മാറ്റിയിട്ട് നമ്മളൊരു നല്ലൊരു ഡയറ്റ് റിജീം കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ പോയിന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് മാറ്റം കാണും. ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഒരു 10 പേരെടുത്ത് കഴിഞ്ഞാല്, ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരു 10 പേരെടുത്ത് കഴിഞ്ഞാല് 2 പേരിലും ഇത് കാണാൻ കഴിയും. എന്താ വെച്ചാൽ നിങ്ങൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിറയെ എനർജി ഇംബാലൻസ് ആവും. അവിടെ ഡ്രെയിനേജിനേക്കാളും എക്സസിന്റെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഈ എനർജി ഒന്നും ദഹനം നടക്കുന്നില്ല. അപ്പൊ ഇത് എങ്ങനെയെങ്കിലൊക്കെ യൂസ് എന്താ മറ്റേ നമുക്ക് ഇത് ചെയ്ത് കളയണ്ട, എന്താ പറയാ, എലിമിനേറ്റ് ചെയ്ത് കളയണ്ടേ. അപ്പൊ എലിമിനേറ്റ് ചെയ്ത് കളയാൻ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒട്ടുമിക്ക ആളുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ